ഹായ് ഓൾ. അപ്പോൾ സെറ്റ് 2024 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഹാസ് ബീൻ അമെൻഡഡ് ഓൺലി വൺസ് സോ ഫാർ ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ്. അപ്പൊ നമ്മുടെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഇന്നേ കാലം വരെ ആകെ ഒരേ ഒരു തവണ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അമെൻഡ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇതിൽ ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് പ്രകാരമാണ് നമ്മുടെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് അമെൻഡ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് പ്രകാരം 1976 എന്ത് ചെയ്യുന്നത്, നമ്മുടെ പ്രിയാമ്പിൾ ആമുഖം എന്ന് പറയുന്നത് അമെൻഡ് ചെയ്യുന്നതായിട്ട് ഒരേ ഒരു തവണ അല്ലെങ്കിൽ ആദ്യത്തെ തവണ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒക്കെ ഒരേ ഉത്തരം തന്നെയാണ് വരുന്നത്. നമ്മുടെ 1976 42ാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് പ്രകാരമാണ് പ്രിയാമ്പിൾ അമെൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ അമെൻമെന്റ് പ്രകാരമാണ് സോഷ്യലിസ്റ്റ്, അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ്, സെക്യുലർ, അതുപോലെ തന്നെ ഇന്റഗ്രിറ്റി, ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ഈ 3 ടേമുകൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയാമ്പിളിൽ ആഡ് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റുന്നതായിട്ട് കാണാൻ പറ്റുന്നത് ഈ 3 വാക്കുകളും ആഡ് ചെയ്യുന്നത് 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് പ്രകാരമാണ് എന്നുള്ള കാര്യം ഇവിടെ ഓർമ്മിച്ചേക്കുക. പ്രിയാമ്പിൾ എന്ന് പറയുന്ന ഐഡിയ നമ്മൾ എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? USA എന്നാണ് നമ്മൾ പ്രിയാമ്പിൾ എന്ന് പറയുന്ന ഐഡിയ എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിച്ചേക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയാമ്പിളിന്റെ ആർക്കിടെക്റ്റ് ആയിട്ട് അറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു 1946 ഡിസംബർ 13 അവതരിപ്പിക്കുന്ന ലക്ഷ്യപ്രമേയം അതല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് നമ്മുടെ ഈ പറയുന്ന പ്രിയാമ്പിളായിട്ട് പിന്നീട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ആർക്കിടെക്റ്റ് ആയിട്ട് അറിയപ്പെടുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിച്ചേക്കുക. സോ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് മറക്കാതെ ഫോളോ ചെയ്യുക. താങ്ക്